നമസ്കാരം. പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം വന്നപ്പോൾ UDF മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDF തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ രംഗത്തിറങ്ങിയിട്ട് ദയനീയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. വരാൻ പോകുന്ന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ദിശാസൂചികയായി മാറുമോ എന്നതാണ് ചോദ്യം. ഈ വിഷയമാണ് പവർ പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, BJP പ്രതിനിധി ശ്രീ നന്ദു, LDF പ്രതിനിധി ശ്രീ വെമ്പാം നസീർ എന്നിവരാണ്. ആദ്യം ശ്രീ വെമ്പാം നസീർ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിങ്ങളുടെ തന്നെ പല യോഗങ്ങളൊക്കെ തന്നെ കൂടിച്ചേർന്നു. ഏറ്റവും ഒടുവിൽ എന്താണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? എന്താണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് CPM-ന് സംഭവിച്ചത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇടതുപക്ഷം മനസ്സിലാക്കുന്നത് എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ്. ഇത് ജനാധിപത്യ വിജയമല്ല എന്നാണ് പക്ഷത്തു നിന്നുള്ള എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിച്ചു. പക്ഷേ ഒന്നായി ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തി. അത് കഴിഞ്ഞ് BJP-കാർ പിന്തുണയുമായി എത്തി, സംഘപരിവാർ RSS-കാർ പിന്തുണയുമായി എത്തി, SDP-കാർ പിന്തുണയുമായി എത്തി. അങ്ങനെ എല്ലാ വർഗീയ കക്ഷികളും ഒന്നിച്ച് UDF-നെ സഹായിച്ചു. ഇന്ന് അദ്ദേഹത്തിനെ നിയമസഭയിൽ കൊണ്ടെത്തിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ CPM-ന് യാതൊരു റോളും ഇല്ല ഇതിനകത്ത്? എങ്ങനെ? CPM-ന് യാതൊരു റോളുമില്ല, LDF-ന് അവിടെ റോളൊന്നും ഉണ്ടായിരുന്നില്ല. LDF-ഉം മതേതര കക്ഷിയായിട്ട് മറുഭാഗത്ത് മത്സരം കിട്ടിയത് M സ്വരാജിന് കിട്ടിയതെല്ലാം മതേതര വോട്ടുകളാണല്ലോ. മതേതര വോട്ടുകൾ നിങ്ങൾക്ക് വോട്ടുകൾ M സ്വരാജിന് കിട്ടിയിട്ടില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാം, നിങ്ങൾക്ക് കിട്ടിയത് മതേതര വോട്ടും മറ്റു പാർട്ടികൾക്ക് ലഭിച്ചത് എല്ലാം വർഗീയ വോട്ടുകളും. സാർ, അതിന് തെളിവുകളുണ്ടല്ലോ സാർ. അതിന് ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ. RSS സംഘപരിവാർ ഒരു മതരാഷ്ട്രം വേണമെന്ന് അവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യം വേണമെന്ന് പറയുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങിയല്ലോ. അതേ നാണയല്ലേ SDP-യും അതുപോലെ ഈ UDF ഷൗക്കത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചല്ലോ പരസ്യമായി. അതുപോലെ അല്ല ശ്രീ വെമ്പാം നസീർ, ഒരു നിമിഷം, ജമാഅത്തെ ഇസ്ലാമിക്ക് നിലമ്പൂരിൽ എത്ര വോട്ടുണ്ടെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്? ജമാഅത്തെ ഇസ്ലാമിക്ക് 10,000 വോട്ടുണ്ടെന്നാണ് അവർ എന്തോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആര് പ്രഖ്യാപിച്ചു? ജമാഅത്തെ ഇസ്ലാമിക്കാർ പത്രസമ്മേളനം നടത്തിയിട്ട് 10,000 വോട്ട് നമുക്കുണ്ട്, 10,000 വോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഷൗക്കത്തിന് വേണ്ടി അങ്ങോട്ടാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ കിടന്ന് ഓടയില്ലേ, ഇവിടെ കിടന്ന് ഓടയില്ലേ, 10,000 വോട്ടുണ്ട്, അത് UDF-നാണെന്ന് അദ്ദേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ ആര വന്ന് പത്രസമ്മേളനം നടത്തിയത് ഒരാഴ്ചക്ക് മുമ്പ് ഓടിയത് നമുക്കറിയാമല്ലോ. നമ്മൾ അതായത് അവിടെ വർഗീയ വോട്ട് കൊണ്ടാണ് UDF വിജയിച്ചത്. സംശയമുണ്ടോ? ഞാൻ വരാം. അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ആരോപണം അതാണ്, വർഗീയ വോട്ട് കൊണ്ട് UDF വിജയിച്ചു. ആര്യടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുന്നു. മറുപടി പറയും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഉരുണ്ട് കളിക്കുന്നത് ഒരു ചർച്ചയ്ക്ക്, ചാനൽ ചർച്ചയ്ക്ക് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അദ്ദേഹം ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമാണ്, തരംഗമാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, വൈകുന്നേരമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ, ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിധിയെഴുത്താകുമോ? ആകും എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദൻ, ശ്രീ M.E. ഗോവിന്ദനോട് പത്രക്കാർ ചോദിച്ചു, ഇത് വിധിയെഴുത്താകുമോ? നിങ്ങൾക്ക് ആണെന്ന് അങ്ങ് എഴുതിക്കോളൂ. ഇല്ല സാർ, അത് ആ ബൈറ്റുണ്ട്, അങ്ങനെ എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ. അപ്പോ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേപോലെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരണത്തിന്റെ വിധിയെഴുത്താണ്. അത് മാത്രവുമല്ല, ഇത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹം ഭരണത്തിന്റെ വിധിയെഴുത്ത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ,
ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 140 മണ്ഡലമുണ്ട്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്നത് മൊത്തത്തിൽ എങ്ങനെ ഭരണത്തിന്റെ വിലയിരുത്തലാവുന്ന സാമാന്യ ചിന്ത നമ്മൾ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു ഒറ്റ നിമിഷം അങ്ങ് പറഞ്ഞതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിന് മുൻപ് പറഞ്ഞ പല മാധ്യമങ്ങളോടും പറഞ്ഞൊരു വാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് അതത് സർക്കാരുകളുടെ ഭരണ വിലയിരുത്തലാകും എന്ന് പറഞ്ഞ പ്രതികരണം അങ്ങ് കേട്ടിട്ടില്ലേ ഇതുവരെ? അല്ല, എന്റെ നേരിട്ടുള്ള ചോദ്യം അങ്ങ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇവിടെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് എത്ര ഉപതെരഞ്ഞെടുപ്പ് നടന്നു? അല്ലല്ല, അങ്ങയുടെ ചോദ്യമല്ല, അങ്ങയുടെ വാദമല്ല. ഞാൻ ചോദിച്ചത് MV ഗോവിന്ദൻ അത്തരത്തിൽ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? നേരിട്ടുള്ള ചോദ്യമാണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരി, ഞാൻ അത് ഞങ്ങളുടെ കുറ്റമേ അല്ല. എന്റെ അവസരമല്ലേ ഞാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കിയൊരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ മുഴുവൻ ആൾക്കാരും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അവരെല്ലാ പേരും അവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്. അവിടെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് വോട്ട് പിടിച്ചത്. അവിടെ UDF ഒറ്റക്കെട്ടായി. ഇത് വീടാന്തരം UDF ആവശ്യപ്പെട്ടത് ഭരണത്തിനെതിരെയുള്ള നോക്കൂ, വിലക്കയറ്റം താങ്ങാനാകുന്നതാണോ? ജനങ്ങൾ പൊറുതിമുട്ടുകയല്ലേ? അഴിമതി കുടുംബത്തിൽ നടക്കുന്ന, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നടക്കുന്ന അഴിമതി അതുമാത്രമാണോ? ഈ നിങ്ങൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ 2500 രൂപയാക്കുമെന്നാണ് 5 വർഷം കൊണ്ട്. ഇപ്പോൾ ഇത് 5 വർഷം തീരാൻ ഇനി മാസങ്ങളേ ഉള്ളൂ. എത്രയാക്കിയിട്ടുള്ളൂ? 1600 ആക്കിയിട്ടുള്ളൂ. 2500 കൊടുക്കുമെന്നാണ് നിങ്ങൾ പ്രകടന പത്രിക പറഞ്ഞ അധികാരത്തിൽ വന്നത്. എല്ലാ മാസവും കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തോ? കൊടുത്തില്ല. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണ്ടേ? അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അവിടെ വോട്ട് പിടിച്ചെന്നേ. പിന്നെ നിങ്ങൾ പറഞ്ഞു നിർത്തിയത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും അതുപോലെ വെൽഫെയർ പാർട്ടിയെക്കുറിച്ചൊക്കെയാണ്. എൻ്റെ സുഹൃത്തിന് വെൽഫെയർ പാർട്ടിയുടെ നേതാവ് K ഫഖീഫ് നടത്തിയ ഒരു ചർച്ച, നമ്മുടെ CPMൻ്റെ നിങ്ങളുടെ നേതാവ് അനിൽകുമാറുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ പറയുന്ന ഒന്ന് കേട്ടോളൂ. അന്തരിച്ച CPMന്റെ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹവും ഞങ്ങളും തമ്മിലാണ് ചർച്ച. ഞാൻ ആ ചർച്ച പങ്കെടുത്ത വ്യക്തിയാണ്. മുഖാമുഖം ചർച്ച AKG സെന്ററിന്റെ ഓപ്പോസിറ്റുള്ള സഖാവിന്റെ ഫ്ളാറ്റിൽ, പിന്നീട് AKG സെന്ററിൽ, ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഇവിടെ എല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPM സഹകരണം ഉണ്ടാകുന്നത്. അന്ന് ആലപ്പുഴയിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി സഖാവ് G സുധാകരന്റെ വീട്ടിൽ ചർച്ച നടക്കുകയും അവിടെ നിന്ന് വീണ്ടും സജി ചെറിയാണെന്ന ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ധാരണ രൂപപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വെൽഫെയർ പാർട്ടിയുമായി CPM പഞ്ചായത്തുകൾ ഇത് പറയുന്നുണ്ട്. ഓരോ ജില്ലയിൽ പിടിച്ച പഞ്ചായത്തുകൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, PDPയുമായി നിങ്ങളിപ്പോൾ ധാരണയായി. അതെന്താ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തത്? അപ്പം നിങ്ങളുമായി ചേരുമ്പോൾ അത് ജനാധിപത്യവും അല്ലെ മതേതരത്വവും, അത് UDF ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം പാർലമെന്റ് ഇലക്ഷനിൽ ഈ ജമാഅത്ത് ഇസ്ലാമുമായി കോൺഗ്രസുമായി സഹകരിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് പിടിച്ചത് അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. അന്ന് നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ ഈ പഞ്ചായത്ത്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നിങ്ങൾ അത് ചർച്ച ചെയ്യപ്പെട്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെൽഫെയർ പാർട്ടി ജമാഅത്തുമായി നിങ്ങൾ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സഖ്യമാണെന്നേ. PDP നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കേരളത്തിലെ LDF PDP നിങ്ങളുടെ ഭാഗമാക്കിയില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾ ഒരു വിരൽ UDFനെതിരെ തിരിയുമ്പോൾ നിങ്ങളുടെ 4 വിരലുകൾ നിങ്ങൾക്കെതിരെയാണ് തിരിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇതൊന്നുമല്ല, അവിടെ ഭരണവിരുദ്ധ തരംഗമാണ്. അതിന് ഒരു സംശയവും വേണ്ട. നന്ദു, എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. എന്തായാലും സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ ഒരു പാർട്ടി എന്തായാലും വിജയിക്കും. അങ്ങനെ ഒരു വിജയവും സംഭവിച്ചു. എങ്ങനെയാണ് BJPയുടെ ആ ഒരു നേട്ടത്തെ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസം എന്തായാലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് BJPക്ക്? ഒരു കാര്യമാണ്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 മുന്നണികളും പറയാതെ പോയ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്ന്, LDFൻ്റെ എൻ്റെ ബഹുമാനപ്പെട്ട സഹ പാനലിസ്റ്റായിട്ട് ഇവിടെയുള്ള LDFൻ്റെ പ്രതിനിധി പറയാൻ ശ്രമിച്ചത്, അവർ ഏതോ ഒരു സീറ്റിൽ ഏതോ ഒരു ഇലക്ഷൻ നടന്നു, അവിടെ അവർ പരാജയപ്പെട്ടു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP വോട്ട് വാങ്ങി എതിരാളി ജയിച്ചു എന്ന് വളരെ ലാഘവ ബുദ്ധിയാൽ പറഞ്ഞു പോകുന്ന LDFൻ്റെ പ്രതിനിധി മറന്നുപോയൊരു കാര്യം,
കഴിഞ്ഞ 9 വർഷമായി സഖാവ് പിണറായി വിജയന് വേണ്ടി കൈപൊക്കിയ ഒരു മണ്ഡലത്തെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. അതും കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അൻവർ ജയിച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അൻവർ അവിടെ വിജയിച്ചു കയറിയത്. അങ്ങനെ വിജയിച്ചു കയറിയ ഒരു നിയോജക മണ്ഡലത്തിൽ CPM-ന് കഴിഞ്ഞ 2 ടേണായി, കഴിഞ്ഞ 9 വർഷമായി CPM-ന് വളരെ വലിയ വിജയം സമ്മാനിച്ച ഒരു നിയോജക മണ്ഡലത്തിൽ തങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് CPM പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടത് ഭരണവിരുദ്ധ വികാരം ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. കാരണം സർവ്വമേഖലകളിലും അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അതുപോലെ തൻപ്രമാണിത്വവും നിറഞ്ഞു നിന്ന ഒരു പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു നിലമ്പൂരിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലമ്പൂരിൽ വോട്ട് പിടിച്ച എല്ലാ കക്ഷികളും, അതിപ്പോൾ BJPക്ക് ഒരു വോട്ട് കൂടിയിട്ടുണ്ടെങ്കിലും അത് അൻവറിൻ്റെ 19,000 വോട്ടായാലും UDF-ന് കിട്ടിയിട്ടുള്ള കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണെങ്കിൽ പോലും UDF-ന് വിജയിക്കാൻ സാധിച്ചതും ഈ പിണറായിസത്തിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് എന്ന് വിചാരിക്കുന്നയാളാണ്, വിശ്വസിക്കുന്നയാളാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. കാരണം പിണറായി വിജയൻ്റെ അഴിമതി രാഷ്ട്രീയം, അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ, ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇത് ഭരണവിരുദ്ധ ഭരണത്തിൻ്റെ ഇതായിരിക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇലക്ഷന് തൊട്ട് മുൻപാണ് പിണറായി വിജയൻ്റെ 3.0 ഇറങ്ങുന്നത്, അല്ലേ? തുടരും. പിണറായി വിജയൻ പങ്കെടുത്ത നിലമ്പൂരിലെ കൺവെൻഷൻ വേദികളിലേക്കുള്ള എല്ലാ ഭാഗങ്ങളിലും വച്ച ഫ്ലക്സ് ബോർഡുകളിൽ അവർ വച്ചത് തുടരും പിണറായി വിജയൻ മൂന്നാമതും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആ സർക്കാർ LDF സർക്കാർ മൂന്നാമതും എന്ന പോസ്റ്ററും ഫ്ലക്സുകളുമാണ് പിണറായി വിജയൻ നിലമ്പൂരിൽ വരുമ്പോൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളെല്ലാം വെച്ച പോസ്റ്റർ എന്നും അല്ലെങ്കിൽ ഫ്ലക്സുകളെന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അത് കള്ളമാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞാൽ, ഗണേഷ് കുമാറിനെ ശകാരിക്കുന്ന ഒരു ഫ്ലക്സ് ബോർഡ്, അന്ന് നമ്മൾ കണ്ട ഒരു ഫ്ലക്സ് ബോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും തുടരും എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ ടാഗ് ലൈൻ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഇടതുപക്ഷത്തിന് ഒരു കാലഘട്ടത്തിൽ, കാരണം ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഇദ്ദേഹം നമ്മുടെ അവിടുത്തെ കാൻഡിഡേറ്റ് M. സ്വരാജ് പല സമയത്തും പറഞ്ഞു, ഭരണത്തിൻ്റേതായിട്ടുള്ളൊരു ആനുകൂല്യം എനിക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. ഞങ്ങൾ കഴിഞ്ഞ 2 ടേമായി ഭരിക്കുന്നതിൻ്റെ ആനുകൂല്യം നിലമ്പൂരിലെ ജനത ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇലക്ഷനെ നേരിട്ടത്. പക്ഷേ പരാജയപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ആ വാദങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന്, ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അങ്ങനെ പറയാമോ? എങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭരണത്തിന് അനുകൂലമായ വികാരമായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ എങ്ങനെ പറ്റും? നിങ്ങൾ ചേലക്കരയിൽ ജയിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ചേലക്കരയിൽ നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഭരണത്തിന് അനുകൂലമായി ജനം വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഭരണത്തിന് അനുകൂലമായിരുന്ന കാര്യങ്ങൾ ഇന്ന് മറ്റൊരു ഇലക്ഷൻ വരുമ്പോൾ ഭരണത്തിനെതിരായി എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെ തർക്കിക്കുകയല്ല വേണ്ടത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ നിലമ്പൂരിൽ വികസനം ചർച്ച ചെയ്യിപ്പിച്ചത്, നിലമ്പൂരിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ചർച്ച ചെയ്യിപ്പിച്ചത്, നിലമ്പൂരിൽ സാധാരണക്കാരൻ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കരളലിയിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിച്ചത്, നിലമ്പൂരിൽ രാഷ്ട്രസ്നേഹം പറഞ്ഞത്, രാജ്യസ്നേഹം പറഞ്ഞത്, രാഷ്ട്രത്തിന് അനുകൂലമായി വോട്ട് ചോദിച്ചത് ഒരേ ഒരു കക്ഷിയേ ഉള്ളൂ. ആ കക്ഷിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA എന്ന് പറയുന്ന കക്ഷിയാണ്. മറ്റ് 2 പേരും ചെയ്തത്, നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് ഇപ്പുറത്തേക്ക് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം ജയൻ ചേട്ടൻ തിരിച്ചും പറഞ്ഞു, നിങ്ങളും ഒന്ന് ആലോചിക്കണം. ശരിയാണ്, കാരണം ഗാന്ധിജിയെ കൊന്നവർ എന്ന് പോയി വാക്കുകൾ കൊണ്ട് ഞങ്ങളെ പല ഘട്ടങ്ങളിൽ ആക്ഷേപിച്ചിരുന്നവർ അതേ സംഘടനയുടെ പിന്തുണ LDF-ൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വാങ്ങിയ ഇലക്ഷനാണ് നിലമ്പൂരിലെ ഇലക്ഷൻ. അങ്ങനെ എല്ലാത്തരം വർഗീയതയും താലോലിച്ചുകൊണ്ടാണ് LDF-ഉം UDF-ഉം നിലമ്പൂരിൽ മത്സരിച്ചത് എങ്കിൽ വികസിത നിലമ്പൂർ, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് നിങ്ങൾ ചെയ്യണം, ഈ ഭാരതത്തിനെ വികസിക്കുന്നത് പോലെ നിലമ്പൂർ വികസിക്കണം, നിലമ്പൂർ വികസിക്കും പോലെ കേരളം വികസിക്കണം, ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ചോദിച്ച് ഇറങ്ങിയ ഏക സംഘടന BJP-ആണ്. ആ മെസ്സേജ്, സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയ ആ മെസ്സേജ് ഏറ്റവും താഴെക്കിടയിൽ ബൂത്തുകളിൽ വോട്ടർമാരിൽ എത്തിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകന്മാർ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സർവ്വസാധാരണക്കാരായ പ്രവർത്തകന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എങ്കിൽ ആ പിടിച്ചു നിൽപ്പിനെ ഞങ്ങൾ വലിയൊരു പോരാട്ടമായി തന്നെ കാണുന്നു, വലിയൊരു നേട്ടമായി തന്നെ കാണുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം. ശ്രീ വെമ്പായം നസീർ, ഈ ഭരണവിരുദ്ധ വികാരമല്ല എങ്കിൽ ഈ കഴിഞ്ഞ 9 വർഷമായി അവിടെ ആയിരുന്നതാരാണ്? PV അൻവർ, നിങ്ങളുടെ ഭാഗമായിരുന്ന സ്വതന്ത്ര MLA, LDF-ൻ്റെ ഭാഗമായിരുന്നു എന്ന് ആലോചിക്കണം. അങ്ങ് അദ്ദേഹം രാജിവെക്കുന്നത് വരെ പെട്ടെന്ന് മാറിയപ്പോൾ അത് ഭരണവിരുദ്ധ വികാരമല്ല,
അത് മറ്റെന്തൊക്കെയോ ശക്തികളുടെ ഫലമായിട്ടാണ് അവിടെ വിജയിച്ചത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ പൊതുസമൂഹത്തിന് മുൻപിൽ ശരിയാകും? എം സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി വർഗീയ കക്ഷികൾ ഒന്നിച്ചു. അന്ന് ഈ വർഗീയ കക്ഷികൾ അന്ന് പിന്തുണ നൽകിയില്ല. ഇപ്പോൾ UDF പിന്തുണ നൽകിയപ്പോൾ വീഴ്ച കയറി. ഇടതുപക്ഷം അപ്പുറത്ത് വർഗീയ അതാണ് പറഞ്ഞത്. നമുക്ക് ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ രഹസ്യമായ പിന്തുണ അന്ന് ഇടതുപക്ഷത്തിനായിരുന്നു. ഒരു കാലത്തും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഞാൻ ഒരു മിനിറ്റ്, എന്റെ പ്രിയപ്പെട്ട സഹ പാനലിസ്റ്റ് താങ്കൾ ഒന്ന് ഡിഫൈൻ ചെയ്ത എന്തുകൊണ്ടാണ് അൻവർ വന്നപ്പോൾ ജയിച്ചു കയറാൻ പറ്റിയ ഒരു നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, മരണപ്പെട്ടതോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ച ഒരു മണ്ണിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞാലി മരിച്ചു വീണ മണ്ണിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഏറ്റവും പ്രധാനപ്പെട്ട പ്രജ്വലനായ നേതാവ്, ഏറ്റവും നല്ല സംഘാടകൻ, ഏറ്റവും വലിയ വാഗ്മി, ഏറ്റവും കഴിവുള്ള നേതാവ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ട്രെയിനിൽ കൊണ്ടുവന്ന് അങ്ങറ്റം ഇങ്ങറ്റം പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ട് സ്വരാജിനെ പോലെ ഒരു നേതാവിന് ആ മണ്ഡലത്തിൽ അൻവർ പിടിച്ച വോട്ട് പിടിക്കാൻ സാധിച്ചില്ല? അവിടെയാണ് ചോദ്യം. ഇത് കുറേ കൊല്ലത്തിന് ശേഷം ഈ പാർട്ടി ചിഹ്നത്തിൽ ഇടതുപക്ഷം പാർട്ടി മത്സരിച്ചു. അപ്പം LDF-നല്ലേ കഴിഞ്ഞ അദ്ദേഹം സ്റ്റേറ്റ് ലീഡർ തന്നെയാണ് അത് മത്സരിച്ചത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷം മതേതര വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് അല്ലെ അന്തസ്സായി അദ്ദേഹം അന്തസ്സായി ഇടതുപക്ഷം ഒരു വർഗീയവാദികളുടെയും വോട്ട് വാങ്ങാതെ അന്തസ്സായിട്ട് തോറ്റു. വർഗീയവാദികളെ വോട്ട് വാങ്ങി തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ മദനി എന്ന് പറയുന്ന കൊടും ഭീകരവാദിയുടെ പാർട്ടിയായിട്ടുള്ള PDP, അതുപോലെ ഗാന്ധി വധത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിവാദമായ സംഘടന ഹിന്ദു മഹാസഭ, ആ രണ്ടു പാർട്ടികളുടെയും പിന്തുണ വാങ്ങിയ നിങ്ങൾ പിന്നെ എന്ത് അടിസ്ഥാനം? ഇവർ രണ്ടുപേരും വിശുദ്ധരാണ്. ഇവർ രണ്ടുപേരും ഈ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും വളരെ നല്ല പക്ഷികളാണ്. മദനി എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയെ കൊല്ലാൻ ശ്രമിച്ചയാൾ വളരെ നല്ല മനുഷ്യനാണ് എന്ന് ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ മദനിയുടെ കാര്യം പറഞ്ഞു. ഈ 2 തവണയും പരമോന്നത കോടതിയാണ് ഈ മദനി നിരപരാധി മദനിയെ നിരപരാധി എന്ന് പറഞ്ഞ് മദനെ വിട്ടയച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് മദനി ഇന്ന് സാർ PDP ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല സാർ, ഘടകകക്ഷിയല്ല സാർ. PDP ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയല്ല സാർ. ചോദിച്ചത് PDPയുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? PDPയുടെ പുറത്ത് നിന്ന് അവർ പിന്തുണ വാങ്ങിയിട്ടുണ്ടോ? പിന്തുണ വാങ്ങിയിട്ടുണ്ടോ? ഇടതുപക്ഷം PDPയുടെ പിന്തുണ നിലമ്പൂരിൽ വാങ്ങിയിട്ടുണ്ടോ? പറയട്ടെ ശ്രീ നസീർ, PDPയുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം, നേരിട്ടുള്ള ചോദ്യം. PDP ഹിന്ദു മഹാസഭ സാറ് ഹിന്ദു മഹാസഭ നിങ്ങളെ പാർട്ടിക്കാരല്ലേ സാർ? ഈ ഹിന്ദു RSSന്റെ മഹാസഭ നിങ്ങളെ പാർട്ടിയല്ലേ? ഹിന്ദു മഹാസഭ ഈ നിലമ്പൂർ ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെന്നും ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എം സ്വരാജിനാണെന്നും അവർ നിങ്ങളുടെ ഓഫീസിൽ വന്ന് നടത്തിയിട്ടുള്ള ആ ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് BJPയുടെ വക്താവ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് വിചിത്രം. ഹിന്ദു RSSന്റെ ആദ്യകാല സംഘടനയാണ് ഈ ഹിന്ദു മഹാസഭ. ഇടതുപക്ഷത്തിന് സപ്പോർട്ട് നൽകുന്ന ജനം പുച്ഛിച്ച് തള്ളു സാർ. നിങ്ങളെ എക്കാലത്ത് ഈ വർഗീയത കക്ഷികളെയും ഈ ജമാഅത്തെ ഇസ്ലാമി, ഹിന്ദു മഹാസഭ, RSS, SDP SDP ഈ അകറ്റി നിർത്തിയിട്ടുള്ളതാണ് ഇടതുപക്ഷം. ഹിന്ദു മഹാസഭയുടെ പിന്തുണ ആർക്കായിരുന്നു? ഹിന്ദു മഹാസഭയുടെ പിന്തുണ ആർക്കായിരുന്നു? LDF ചോദിച്ചു അങ്ങ് പറയൂ, ആർക്കായിരുന്നു? ഹിന്ദു മഹാസഭ LDFന്റെ ഘടകകക്ഷിയാണോ? സർ, പിന്തുണ ആർക്കായിരുന്നു? മതത്തെ കൂട്ടുപിടിച്ച് ഇവിടെ നടത്തുന്ന ഒരു സംഘടന ഇടതുപക്ഷത്തിന്റെ സംഘടന ഒന്നുമല്ല. മതേതരമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇടതുപക്ഷം. മതേതര നിലപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നതാണ് ഇടതുപക്ഷം. ഈ വർഗീയ രാഷ്ട്രവും വർഗീയ രാജ്യവും ജൂൺ 10, 2025 അന്ന് സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് നിലമ്പൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എം സ്വരാജിന് ഞങ്ങൾ പിന്തുണ നൽകുകയാണ് എന്ന് പറഞ്ഞത് അഖില ഭാരത ഹിന്ദു സഭയാണ്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ വർഗീയ വോട്ടെന്ന് പറയുന്നത്. പണ്ട് നിങ്ങൾ ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തെ പറ്റിച്ചതുപോലെ ഇന്ന് പറ്റിക്കാൻ പറ്റില്ല. കാരണം ഗൂഗിളൊക്കെ വളരെ അപ്ഡേറ്റഡ്, വളരെ അതുകൊണ്ട് കള്ളം പറയുമ്പോൾ നല്ല ഉളുപ്പുള്ള കള്ളം നോക്കി പറയാം. ശരി.
അല്ലെ ഹിന്ദു മഹാസഭയുടെ പിന്തുണ നിങ്ങൾക്കല്ല എന്നാണോ താങ്കളുടെ വാദം? ഹിന്ദു മഹാസഭയുടെ പിന്തുണ LDF ആവശ്യമില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു മഹാസഭയുടെ ഒരു പിന്തുണയും LDF ആവശ്യമില്ല. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വെമ്പായം നസീർ ഇതൊക്കെ അവർ പിന്തുണ അറിയിച്ച വോട്ട് മതിയെന്ന് സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയവാദി എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ ആർജവം കാണിച്ച സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഒരു പ്രധാന ഫാക്ടർ. ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. MV ഗോവിന്ദന്റെ RSS പരാമർശം. ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് P. രാജീവും എളമരം കരീമും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ഭരണവിരുദ്ധ വികാരം മറയ്ക്കാൻ MV ഗോവിന്ദനെ ബലിയേടാക്കുകയാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? നോക്കൂ, ഇവിടെ CPM വളരെ ഭംഗിയായി അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരോടെ ജയിക്കാൻ കഴിയില്ലെന്നേ. അവിടെ ഇദ്ദേഹം നമ്മുടെ പാനൽ സുഹൃത്ത് സംസാരിക്കും പോലെയൊന്നും അല്ല. അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഫോട്ടോ എടുത്തു വന്നു നിന്നോട് ഫോട്ടോ. വിജയരാഘവനാണ് നിങ്ങളുടെ പോൾ ബ്യൂറോ അംഗമാണ്. അങ്ങ് വരണവരുടെ ഫോട്ടോ എടുക്കൂല സ്വാമിമാരുടെ കൂടെ. സ്വാമിമാരുടെ തോളിലിട്ട് അവരുടെ സഹായം വാങ്ങിയിട്ട് അവസാനം ഇദ്ദേഹം ഇവിടെ ഒന്ന് പറയണത് അങ്ങനെ സഹായം വാങ്ങിയിട്ടില്ല, PDP ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്താ പറയണത്? ഇത് പച്ചക്കള്ളം പറയുമ്പോൾ ഒരു ചർച്ചയിൽ ഒരു മാന്യത വേണ്ടേ? PDPയും ഈ പറയപ്പെടുന്ന മഹാസഭയൊക്കെ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. ഞങ്ങൾ അങ്ങനെ മാറിത്തരാം. നിങ്ങൾ ഒറ്റയ്ക്ക് ചർച്ച നിങ്ങൾ ചർച്ച ഞങ്ങളോട് തോക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവിടെ നിലമ്പൂരില് ഒരു കാര്യം മനസ്സിലാക്കട്ടെ. ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മത്സരിച്ചത്. ചെറിയ മോശക്കാരനല്ല. അന്ന് നേരത്തെ നന്ദു പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് ആഘോഷത്തോടു കൂടിയാണ് ട്രെയിനിൽ കൊണ്ട് അവിടെ ഇറക്കി. ഭയങ്കര സ്വീകരണവും ബഹളമായിരുന്നു. അവിടുത്തെ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ സംഭവിച്ചതെന്ന് ജനം പുച്ഛിച്ചു തള്ളി. കാരണം സ്വന്തം വാർഡിൽ അദ്ദേഹം ജനിച്ച വാർഡിൽ അദ്ദേഹം പുറകെ പോയി, സ്വന്തം ബൂത്തിൽ പുറകെ പോയി, സ്വന്തം പഞ്ചായത്തിൽ അദ്ദേഹം പുറകെ പോയി. പിന്നെ എന്താ തെരഞ്ഞെടുപ്പ്? ഇത് തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താ. സ്വന്തം ബൂത്തിൽ അദ്ദേഹം അവിടെ സാഹിത്യകാരന്മാരുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി. ചില സാഹിത്യകാരന്മാർ പറഞ്ഞു, എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിനെ വോട്ട് ചെയ്യുള്ളൂ, സ്വരാജ് ഭയങ്കര വാഗ്മിയാണ്, അവിടെ താമസിക്കണം. അദ്ദേഹം താമസിച്ചത് എറണാകുളത്താ, തിരുവനന്തപുരത്താ. ആ മണ്ഡലവുമായി മറിച്ച് നമ്മുടെ ഷൗക്കത്ത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി, മുനിസിപ്പൽ ചെയർമാനായി കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ജനങ്ങളോടൊപ്പം വിയർപ്പ് ചിന്തിയ ആളാ. അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി വന്നതല്ല ഷൗക്കത്ത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അവിടെ ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഷൗക്കത്തിന്. നിങ്ങളുടെ സ്വരാജിനെ വെച്ച് സാഹിത്യകാരന്മാരില്ല. ഇപ്പോൾ എവിടെ സാഹിത്യകാരന്മാരോട് പോയി? അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യായിരുന്നു, ജയിക്കേണ്ട സ്വരാജ്. പക്ഷേ അവിടെ ജനങ്ങൾക്ക് ആവശ്യം സാഹിത്യകാരന്മാരല്ല. അദ്ദേഹം വായനാശീലമുണ്ടോ, അദ്ദേഹം വായിക്കാറുണ്ടോ എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം, എങ്ങനെ ഷൗക്കത്തിനോ ഈ ആര്യാടിൻ്റെ ഈ സ്വരാജിന് ജനങ്ങൾ വോട്ട് ചെയ്യും? അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. എന്താ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്? ഡെത്ത് പണിഷ്മെൻറ്റ്. അല്ല, തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ ആളാണ് ഈ സ്വരാജ്. ഞാൻ ചോദിക്കട്ടെ, CPM സ്നേഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്ന ഒരാൾ വോട്ട് ചെയ്യുമോ സ്വരാജിന്? കാരണം VS അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. അത് മാത്രമല്ല, തൃപ്പൂണിത്തുറയിൽ തോറ്റതിന് കേസെടുത്തുകയാണ് തന്നെ ജയിച്ചതായി പ്രഖ്യാപിക്കണം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ ജയിച്ചതായി പ്രഖ്യാപിക്കുന്ന കേസ് കൊടുക്കുന്ന ആളാണ് വന്ന് നിലമ്പൂർ മത്സരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 2 പ്രാവശ്യം MLA ആകാൻ പറ്റുമോ? പിന്നെ ഇവിടെ ചോദിച്ചത് MV ഗോവിന്ദൻ RSSുമായി സഹകരിക്കുന്നു എന്ന് പറഞ്ഞുള്ള സത്യം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഉള്ള സത്യമാണ് പറഞ്ഞത്, അതിന് സംശയമൊന്നുമില്ല. നമുക്ക് എത്രയോ തെളിവുകളുള്ളത്. RSSുമായി ഞങ്ങൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പറയുക, തലേ ദിവസം പറയുകയാണ്. പത്രക്കാർ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ഇത് ചർച്ചയാവൂലേ? ഈ കേരളത്തിൽ വിഷയമായിക്കോട്ടെ, ഞങ്ങൾ RSSുമായി സഹകരിക്കുന്നുണ്ട്. RSSൻ്റെ വോട്ട് പിടിക്കാൻ അവസാനം നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞതല്ലേ, അവസാനത്തെ കോളിംഗ് ബെൽ അടിച്ചു നോക്കിയതാ അവിടെ വോട്ട് കിട്ടുമോയെന്ന്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ അത് വിവാദമായിരിക്കുന്നു. പാർട്ടി കമ്മിറ്റി വിവാദമായപ്പോൾ അദ്ദേഹം അത് ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എങ്ങനെയും ജയിക്കാൻ RSSൻ്റെ BJPയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അവസാന ശ്രമം നടത്തിയത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ എന്ത് ചെയ്താലും ഈ തെരഞ്ഞെടുപ്പ് UDF പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സെമി ഫൈനൽ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭ തെരഞ്ഞെടുപ്പുകളുടെ സെമി ഫൈനലാണ്. നിങ്ങൾ അതിന് വോട്ട് ചെയ്യണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഇത് സെമി ഫൈനലാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭ നിങ്ങളും പറഞ്ഞെന്നേ, നിങ്ങൾ LDF പറഞ്ഞു,
വരാൻ പോകുന്ന മൂന്നാം വട്ടം ഭരണത്തിനുള്ള സെമി ഫൈനലാണ് ജനങ്ങൾ പൊച്ചിച്ചു തള്ളി. എന്തായാലും ഇതൊരു സൂചികയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ, ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിയിട്ട് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നതാണ് ഒരു വരാൻ പോകുന്ന ഒരു സൂചകമായിട്ടാണ്. എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ, പാർട്ടിയുടെ വിലയിരുത്തൽ? അല്ല, ഇതിനകത്ത് BJP ഇതിനെ വിലയിരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ആ കണ്ടന്റിൽ നിന്നാണ്. അതായത് ഒന്ന്, ഇവിടെ രണ്ട് മുന്നണികളും ഒരു പ്രീണന രാഷ്ട്രീയം വച്ചു പുലർത്തുന്നു. കേരളത്തിൻ്റെ ഒരു പൊതുഘടന തന്നെ അങ്ങനെയാണ്. കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി മറനീക്കി അത് കുറച്ചുകൂടി സ്പഷ്ടമാവുന്ന രീതിയിലേക്ക് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നെ കളിയാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവ് കുറവുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇതെല്ലാം വാർത്താ സമ്മേളനങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. പക്ഷേ ഒരു നേതാവും അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ആ മാധ്യമത്തിനെതിരായിട്ട് അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ച തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPIയും UDFനെ പിന്തുണയ്ക്കുമ്പോൾ ഇപ്പുറത്ത് PDPയുടെയും ഹിന്ദുമഹാസഭയുടെയും ഒക്കെ പിന്തുണ വാങ്ങിക്കൊണ്ട് ഈ റൈസിൽ ടാലി ആകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് LDF നടത്തുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു അജണ്ടയുണ്ട്. BJP ആ അജണ്ട കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വികസിത കേരളത്തിലേക്കുള്ള യാത്രയായിരിക്കും 2025 തെരഞ്ഞെടുപ്പ്, 2026 തെരഞ്ഞെടുപ്പ്. ഈ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ അകലുന്നു എന്ന് ആത്മവിമർശനം ഞാൻ എൻ്റെ ചോദ്യം പൂർത്തിയായില്ല. നിങ്ങളുടെ നേതാക്കളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും പാഠം പഠിക്കുമെന്നുള്ള ചോദ്യമാണ്. സാർ, പാഠം പഠിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 വോട്ടിന് ജയിച്ചിട്ട് നിങ്ങൾ എല്ലാം നിങ്ങളെ കൈപ്പിടിയിലായെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത് സാർ. 98 സീറ്റിൽ ഇന്ന് നിലനിൽക്കുകയാണ്. 98. നിങ്ങൾക്ക് എത്ര? 41. 42 കോൺഗ്രസിന് എത്ര? 25. ബാക്കി 15 മുസ്ലിം ലീഗിന്റെയാണ്. മുസ്ലിം കൂടെ നിലമ്പൂരില്ലാണെങ്കിൽ കാണാമായിരുന്നു. കോൺഗ്രസ് നിലം തൊടില്ലായിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കൂടെ വളരെ നിരാശയുണ്ട്. LDFന്റെ പ്രതിനിധിയാണ് താങ്കൾ, LDFന്റെ പ്രതിനിധിയാണ്. എന്നിട്ടും ഒരു ഭരണ നേട്ടമോ ഒരു തരത്തിലുമുള്ള കാര്യങ്ങളോ അങ്ങേക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് നിലമ്പൂർ ജനത നിങ്ങൾക്ക് തന്ന മറുപടിയും. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇതിൽ നിലമ്പൂർ ഒരു ദിശാസൂചികയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പവർ പോയിന്റ് പൂർണ്ണമാവുകയാണ്. ജയ് ഹിന്ദ്.